എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഈ സന്തോഷം നിറഞ്ഞ ഈദ് ദിനത്തിൽ ഞാനും എൻ്റെ മക്കളും പിന്നെ സലീം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗാനോപഹാരം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഫിത്റിന്നമ്പിളി മിഴി തുറന്നു, ശുക്റും ഹംദുമായി മനം നിറഞ്ഞു. ഫിത്റിന്നമ്പിളി മിഴി തുറന്നു, ശുക്റും ഹംദുമായി മനം നിറഞ്ഞു. മാനം മൈലാഞ്ചി ചുവപ്പണിഞ്ഞു, പാരിൽ തക്ബീറിൻ ധ്വനി നിറഞ്ഞു. മാനം മൈലാഞ്ചി ചുവപ്പണിഞ്ഞു, പാരിൽ തക്ബീറിൻ ധ്വനി നിറഞ്ഞു. ഫിത്റിന്നമ്പിളി മിഴി തുറന്നു, ശുക്റും ഹംദുമായി മനം നിറഞ്ഞു. ഇന്ന് ഈ ഗാനോപഹാരത്തിൽ ഞാൻ സരിത റഹ്മാൻ, ഉമ്മ ആബിദ റഹ്മാൻ, എൻ്റെ അനിയത്തി സബിത, സമിത, പിന്നെ പ്രിയപ്പെട്ട സലീംക്കയാണുള്ളത്. ഇന്ന് ഈ സന്തോഷ ദിനത്തിൽ കുറച്ച് പെരുന്നാൾ ഓർമ്മകളും കുറച്ച് ഉപ്പയുടെ പാട്ടുകളും ഒക്കെ കൂടെ ആയിട്ട് നമുക്കങ്ങനെ പോവാം. ഉമ്മയോടാണ്, എന്താണ് ഉമ്മയുടെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം എന്തൊക്കെയാണ്, പാട്ടോർമ്മകൾ എന്തൊക്കെയാണ്? പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആകെ ഓർമ്മ വരുന്നത് പരിപാടികളാണ്. ഞാനും ആപ്പയും ഒത്തിരി പരിപാടികൾക്ക് പെരുന്നാൾ ദിനത്തിൽ പോയിട്ടുണ്ട്. അന്ന് സരിത ചെറിയ കുട്ടിയായിരുന്നു. അന്ന് ഓർക്കസ്ട്ര ഞങ്ങൾക്ക് വന്നിരുന്നത് തൃശ്ശൂരിൽ നിന്നും സെബാസ്റ്റ്യൻ, അങ്ങനെ അവിടെ നിന്നുള്ളവരായിരുന്നു. അന്ന് ചെറിയ കുട്ടിയാണ്. രാത്രിയാകുമ്പോൾ അവൾക്ക് ഉറക്കം വരും. അപ്പോൾ ഓർഗൻ്റെ കേസ് ഉണ്ടാവും, അതിലാണ് അവൾ കിടത്തി ഉറക്കൽ. അങ്ങനെ നല്ല നല്ല ഓർമ്മകളും. അതേമാതിരി ഒരു സമയത്ത് ഞങ്ങൾ പാപ്പിനിശ്ശേരി ആ ഭാഗത്ത് പരിപാടിക്ക് പോയി. വരുന്ന സമയത്ത് ഞങ്ങൾ വണ്ടി കേടുവന്നു. അപ്പം ഇങ്ങോട്ട് വരാൻ യാതൊരു നിർവാഹവും ഇല്ല. ഇന്നത്തെ മാതിരിയുള്ള വാഹന സൗകര്യങ്ങളോ ഫോണോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അങ്ങനെ അവിടെ തന്നെ സംഘാടകരുടെ ഒരു വീട്ടിൽ തന്നെ ഞങ്ങൾ അന്ന് രാത്രി അവിടെ ഹോൾട്ട് ചെയ്തു. പിറ്റേന്ന് ഈ പത്രമൊക്കെ വരുന്ന ഒരു മറ്റഡോറ് ആ വണ്ടിയിലാണ് ഞങ്ങൾ പരിപാടി സ്ഥലത്തെത്തിയത്. അതും വെന്യൂ പറമ്പ്. അവിടെ നാടക പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മാമുക്കോയ സാർ അന്ന് സിനിമയിലേക്ക് അത്ര ഇങ്ങനെ വന്ന കാലമല്ലായിരുന്നു. അപ്പം അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും തക്ക സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. അങ്ങനെയുള്ള ഓർമ്മകളാണ് എനിക്കിപ്പോഴും ഈ പെരുന്നാൾ എടുക്കുമ്പോഴൊക്കെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആപ്പ, ഞങ്ങൾ ഉപ്പയെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അപ്പയുടെ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പാടാം. അല്ലേ സലീംക? ഒരു പിടി മണ്ണാൽ മർത്തിനെ തീർത്തൊരു കാരുണ്യവാനേ നീയല്ല. ഒരു പിടി മണ്ണാൽ മർത്തിനെ തീർത്തൊരു കാരുണ്യവാനേ നീയല്ല. ഒരു തൂവൊളിയാൽ മാനവലോകം, ഒരു തൂവൊളിയാൽ മാനവലോകം
നിൻ കൃപയാലേ അന്ത്യറസൂലിൻ നേകിയ നിൻ തിരുവാക്യം നിൻ കൃപയാലേ അന്ത്യറസൂലിൻ ഏകിയ നിൻ തിരുവാക്യം തിരുമൊഴിയാലേ ജന്മമെടുത്തൊരു തിരുമൊഴിയാലേ ജന്മമെടുത്തൊരു പാവനദീനിൻ വേദാന്തം വേദാന്തം ഒരു പിടി മണ്ണാൽ മർത്യനെ തീർത്തൊരു കാരുണ്യവാനേ നീയല്ലാ. ഒരു തൂവൊളിയാൽ മാനവലോകം ഒരു തൂവൊളിയാൽ മാനവലോകം പാവനമാക്കി നീയല്ലാ. ഒരു പിടി മണ്ണാൽ മർത്യനെ തീർത്തൊരു കാരുണ്യവാനേ നീയല്ലാ. വെട്ടുകാടിൻ്റെ ഒരു പാട്ടാണ് ഉമ്മ എനിക്ക് ഓർമ്മ വരുന്നത്. റബ്ബിയുല്ലവ്വൽ ബാറ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടൊന്ന് പാടും ഉമ്മ. ഒരു 47 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ആ പാട്ട് എഴുതിയിട്ടും ജോയിൻ ചെയ്തിട്ടൊക്കെ. ശരി, ആ ആ ആ. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ പാട്ട്? റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇല്ല, സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ടാവും അല്ലേ? ആ ഓക്കെ, ആ ഒന്ന് പാടാം. റബ്ബിയുൽ അവ്വൽ ബാറ റഹ്മത്തിനൂർ ബഹറായ്. റബ്ബിയുൽ അവ്വൽ ബാറ റഹ്മത്തിനൂർ ബഹറായ്. റബ്ബിൻ്റെ ഒറ്റ ഹബീബായുദയം ചെയ്തരുളും തിരുനൂറായ്. റബ്ബിൻ്റെ ഒറ്റ ഹബീബായുദയം ചെയ്തരുളും തിരുനൂറായ്. റബ്ബിയുൽ അവ്വൽ ബാറ റഹ്മത്തിനൂർ ബഹറായ്. റബ്ബിയുൽ അവ്വൽ ബാറ റഹ്മത്തിനൂർ ബഹറായ്. മക്കയിലുദിത്ത മുത്തേ മക്കയിലുദിത്ത മുത്തേ മാനവലോക സുഹൃത്തേ. മക്കയിലുദിത്ത മുത്തേ മാനവലോക സുഹൃത്തേ. മുത്തുളി വീശി നബി വംശത്തിൻ മുത്തുളി വീശി നബി വംശത്തിൻ നേതാവായ റസൂലേ നേതാവായ റസൂലേ. റബ്ബിയുൽ അവ്വൽ ബാറ റഹ്മത്തിനൂർ ബഹറായ്. റബ്ബിയുൽ അവ്വൽ ബാറ റഹ്മത്തിനൂർ ബഹറായ്. റബ്ബിൻ്റെ ഒറ്റ ഹബീബായുദയം ചെയ്തരുളും തിരുനൂറായ്. റബ്ബിയുൽ അവ്വൽ ബാറ റഹ്മത്തിനൂർ ബഹറായ്. റബ്ബിയുൽ അവ്വൽ ബാറ റഹ്മത്തിനൂർ ബഹറായ്. സലീം കാ, ഈ പാട്ട് പാടിയപ്പോഴെനിക്ക് ഉസ്താദ് ജഗ്ജിയുടെ ഒരു ഗസലാണ് ഓർമ്മ വന്നത്. എന്നൊന്ന് പിടികിട്ടിയോ? ഏതാണ്? ആ ഓ ये दौलत भी ले लो, ये शोहरत भी ले लो, भले छीन लो मुझसे मेरी जवानी, मगर मुझको लौटा दो बचपन का सावन, मगर मुझको लौटा दो बचपन का सावन, वो कागज की कश्ती
का पानी वो कागज की कश्ती वो बारिश का पानी वो कागज की कश्ती वो बारिश का पानी. ഇതിൻ്റെ അനുപല്ലവി കേട്ടോ ഈ പാട്ടുമായിട്ട് കൂടുതൽ എനിക്ക് തോന്നിയത്. മുഹല്ലെ की सबसे निशानी पुरानी वो बुढ़िया जिसे बच्चे कहते थे नानी वो नानी के बातों में परियों का डेरा वो चेहरे की छुरियों में सदियों का फेरा भुलाए नहीं भूल सकता है कोई वो छोटी सी रातें वो लंबी कहानी वो छोटी सी रातें वो लंबी कहानी वो छोटी सी रातें वो लंबी कहानी. ഞങ്ങളെക്കാളൊക്കെ മൂത്ത ആളാണല്ലോ. അപ്പം ഞങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ ഉമ്മയും അപ്പയും ഒക്കെ ഉണ്ടാകുമ്പോൾ സരിയുടെ പെരുന്നാളിൻ്റെ ഓർമ്മകൾ എന്തായിരുന്നു എന്ന് പറയോ? ആദ്യ പെരുന്നാൾ ഓർമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ ഉമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പിന്നെ ഉമ്മ നിറവയറാണെന്ന്, എന്നിട്ട് ഉമ്മ വയ്യ, എന്നാലും ഉമ്മ ഒരുപാട് അന്ന് ഇതുപോലെയല്ല പരിമിതമായ വിഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അത് വെച്ച് ഉമ്മ എങ്ങനെയൊക്കെയോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോഴാണ് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ അവർ വന്നിട്ട് വളരെ നിർബന്ധിച്ചിട്ട് അവരുടെ വീട്ടിൽ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഉമ്മ വയ്യ, ഉമ്മ പറഞ്ഞു ഞാൻ കിടക്കുകയാണ്, ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പക്ഷെ ഭയങ്കര സങ്കടമായിപ്പോയി. അത് എന്ന് വെച്ചാൽ ഉമ്മ അത്രയും വിഷമിച്ച് കഷ്ടപ്പെട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. തൊട്ട വീട്ടിൽ പോയി ഞാൻ കുറച്ച് കരഞ്ഞിട്ടൊക്കെയാണ് അന്ന് ഭക്ഷണം കഴിച്ചത്. അതാണ് എനിക്ക് ആദ്യം എൻ്റെ പെരുന്നാൾ ഓർമ്മ എന്ന് പറയുന്നത്. പിന്നൊന്ന് ഒരു പെരുന്നാളിന് ഞങ്ങളിങ്ങനെ എല്ലാം റെഡിയാക്കി ഭക്ഷണമൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് സലീം ഖാൻക്ക് അറിയുണ്ടാവും, നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹം മരിച്ചുപോയി, സീറോ ബാബുക്ക നല്ല പാട്ടുകാരനാണ്, കമ്പോസറാണ്, ഉപ്പയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് പെരുന്നാളിൻ്റെ അന്ന്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. പിന്നെ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അന്നൊക്കെ പെരുന്നാൾ അതിനോടൊപ്പം തന്നെ പ്രോഗ്രാമിന് പോകുന്നതാണ് നമുക്ക് കൂടുതൽ ഓർമ്മയുള്ളത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആപ്പാൻ്റെ ഒരു പാട്ടുകൂടെ കുറച്ചൊരു മൈലാഞ്ചി പാട്ടാവാം അല്ലേ? കൽബിൻ്റെ കണ്ണാടി കൂട്ടിലുണ്ടൊരു പൂങ്കുരുവി മരതകപ്പട്ട് മൂടി പുതച്ചൊരു തേൻകുരുവി അവളൊരു മാപ്പിള പൊൻകുരുവി. കൽബിൻ്റെ കണ്ണാടി കൂട്ടിലുണ്ടൊരു പൂങ്കുരുവി മരതകപ്പട്ട് മൂടി പുതച്ചൊരു തേൻകുരുവി അവളൊരു മാപ്പിള പൊൻകുരുവി. കരളിലെ പച്ചില കൂട്ടിലുണ്ടൊരു തേൻകാവ് കനകക്കിനാവിൽ പൂജിക്കും ഞാൻ ആ പൂവ്. ഓ അവനൊരു വാസന മലർക്കാവ്. കരളിലെ പച്ചില കൂട്ടിലുണ്ടൊരു പൂങ്കാവ് കനകക്കിനാവിൽ പൂജിക്കും ഞാൻ ആ പൂവ്. അവനൊരു വാസന മലർക്കാവ്. ഇത് തീവ്രങ്ങാടി കാരാടൻ മൊയ്തീൻ അദ്ദേഹം എഴുതിയതാണ്. അത് ശരിയാ, ഇപ്പോഴില്ല, അദ്ദേഹം ഇല്ല. ഓക്കെ. അപ്പം സമൂപ്പ് എന്നോട് ചോദിച്ചല്ലോ എൻ്റെ പെരുന്നാൾ ഓർമ്മ. സമയുടെ പെരുന്നാൾ ഓർമ്മ എന്താണ്? എനിക്ക് പെരുന്നാൾ ഓർമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ പെരുന്നാളും ഉപ്പ ഉണ്ടായിരുന്ന കാലത്തൊക്കെ പെരുന്നാളിന് ഉപ്പയാണ് ഞങ്ങൾക്ക് നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ അല്ലേ. അങ്ങനെ ഇടയ്ക്ക് ഇപ്പോഴൊക്കെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും ആപ്പ ഉണ്ടാക്കുന്ന കറിയുടെ അതേ ടേസ്റ്റിലാന്ന് പറയും. പക്ഷെ ആ ഒരു കറിയും ആ ഒരു ചോറിനും വല്ലാത്തൊരു സ്വാദായിരുന്നു.
ഇടയ്ക്ക് ഞാൻ കയറട്ടെ. അന്നൊന്നും ഇതുപോലെ പെരുന്നാളാവുക എന്നുള്ളത് നമ്മൾ രാത്രിയിലാണ് ചിലപ്പോൾ അറിയുക. അപ്പോൾ ചിലപ്പോൾ വരുന്ന സമയത്ത് ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് വരും. എന്നിട്ട് ആപ്പയുടെ ഒരു പ്രിപ്പറേഷനാണ് സംഭവം. ഭയങ്കര നല്ല ടേസ്റ്റാണെങ്കിലും സലീംക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആണുങ്ങൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാണെന്ന് പറയും. അതുപോലെയാണ്. പക്ഷേ സമു പറഞ്ഞതുപോലെ ഒരു വല്ലാത്ത ടേസ്റ്റായിരുന്നു ആപ്പ ഉണ്ടാക്കുന്ന കറികൾക്ക്, നെയ്ച്ചോറിനും അതെ. അപ്പം സമു അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിക്കേ, ഏതായാലും മതി, ഏതെങ്കിലും ഒരു പാട്ട്. ഇലാഹിന്റെ വിധി പോലെ വരുന്നിന്നിൽ പുതുമാരൻ, അലങ്കാരമണിയറ ഒരുക്കിടാം ഞാൻ കനിയേ, അനുരാഗഗീതം പാടി ഉറക്കിടാം ഞാൻ. ഇലാഹിന്റെ വിധി പോലെ വരുന്നിന്നിൽ പുതുമാരൻ, ഒരുക്കിടാം ഞാൻ കനിയേ, അനുരാഗഗീതം പാടി ഉറക്കിടാം ഞാൻ. ഈ പാട്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഉപ്പയുടെ ലാസ്റ്റ് കാസറ്റ് മാപ്പിളമങ്ക എന്ന് പറഞ്ഞ കാസറ്റിലെ പാട്ടായിരുന്നത്. അതെ 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 അതെ. ഇതിലൊരുപാട് നല്ല പാട്ടുകളുണ്ട്. സുധീഷ് ചേട്ടനും. ഈ പാട്ട് ശരിക്കും ഉമ്മയാണ് പാടിയിട്ടുള്ളത്. ശരിക്കും ഈ ഉമ്മയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഞങ്ങളൊന്നും അന്ന് കാസറ്റിലൊന്നും പാടിയിട്ടില്ല. പക്ഷെ ആ പാട്ടൊക്കെ എപ്പോഴും ഇതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. മറ്റേ കുന്നെല്ല് വിളയുമ്പോൾ സുധീഷ് ചേട്ടൻ പാടിയ പാട്ടൊക്കെ നമ്മളെ തിരൂർ സുധീഷ് പാടിയിട്ടുണ്ട്. ഷെരീഫ്ക പാടി മാപ്പിളമങ്ക പാട്ട്. നല്ല നല്ല ഓർമ്മകൾ. ഇനി ഒരിക്കലും ഉപ്പയുടെ ഇനി നമുക്ക് എത്ര സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ ഉള്ള പെരുന്നാളുകളാണെങ്കിൽ പോലും ഉപ്പ ഇല്ലാത്ത ആ ഒരു വിടവ് നികത്താൻ പറ്റില്ല, ഞങ്ങളെ മനസ്സിൽ നിന്ന് പോവില്ല. അതിനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടുങ്ങും. ആ ഒരു പ്രസൻസ് ഞങ്ങൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴൊക്കെ. അപ്പം ഇനി സബി ഒന്നും പറഞ്ഞില്ല. സബിയുടെ പെരുന്നാൾ ഓർമ്മകൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. പെരുന്നാൾ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമി പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ ഉപ്പയാണ് സാധാരണ ഭക്ഷണം ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ സരിയുടെ കല്യാണം കഴിഞ്ഞ ആ വർഷം പിറ്റത്തെ വർഷമാണ് ഉപ്പ മരിച്ചത്. അപ്പോൾ ആ വർഷം ആദ്യമായിട്ട് ഉപ്പ പള്ളിയിൽ പോയി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അന്ന് അങ്ങനെ ഉണ്ടാക്കിയത്. അതാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇനി ഇതോട് കൂടെ ഉപ്പാൻ്റെ ഒരു പാട്ടുകൂടെ പാടാമെന്ന് വിചാരിക്കണം. സൈനുദ്ദീൻ കയുടെ ഇഷ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാൻ്റെ കാസറ്റിലുള്ള പി ജയചന്ദ്രൻ പാടിയിട്ടുള്ളൊരു പാട്ട്. വളരെ മനോഹരമായൊരു പാട്ടാണത്. പാടാം. അഹദവനേ നിന്റെ രില മാത്രം ആശിച്ചു ഞങ്ങൾ ദിനരാത്രം. അഹദവനേ നിന്റെ രില മാത്രം ആശിച്ചു ഞങ്ങൾ ദിനരാത്രം. ഹയ്യുൽ ഖയ്യൂമായവനേ നിൻ ഹക്കിൻ മാർഗമിൽ ചേർത്തിടണേ. അഹദവനേ നിന്റെ രില മാത്രം. സൗരയുധങ്ങൾക്കനുഗ്രഹമായി സുന്ദര സൃഷ്ടികളിൽ
സെക്കൻഡ് അവിടെ നിന്ന് ഇതായിപ്പോയി, തുടങ്ങിയത് മാറിപ്പോയി. ഒന്നുകൂടെ പാട്ടിൻ്റെ ഇപ്പോൾ അനുപല്ലവി ഭാഗം മുതൽ പോരെ? ആ ഓക്കെ. സൗരയുധങ്ങൾക്കനുഗ്രഹമായി സുന്ദര സൃഷ്ടികളിൽ മികവായി. സൗരയുധങ്ങൾക്കനുഗ്രഹമായി സുന്ദര സൃഷ്ടികളിൽ മികവായി. സന്മാർഗദീപമായി മണ്ണിൽ വന്ന് സന്മാർഗദീപമായി മണ്ണിൽ വന്ന് സത്യപ്രഭാവരിൽ സല്ലിയല അഹദവനേ നിന്റെ മാത്രം ആശിച്ചു ഞങ്ങൾ ദിനരാത്രം. ഹയ്യുൽ ഖയ്യൂമായവനേ നീ ഹക്കിൻ മാർഗമിൽ ചേർത്തിടണേ. അഹദവനേ നിന്റെ മാത്രം. അപ്പോഴേ സലീം കാ, ബാബുഖാൻ്റെ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു മറ്റേ നദികളിൽ സുന്ദരി യമുന, അതിനോട് കുറച്ച് ചായ ഉണ്ടോ? ആ നദികളിൽ സുന്ദരി യമുന യമുന യമുന, സഖികളിൽ സുന്ദരി അനാർക്കലി അനാർക്കലി. നദികളിൽ സുന്ദരി യമുന യമുന യമുന, സഖികളിൽ സുന്ദരി അനാർക്കലി അനാർക്കലി. അരമന പൊയ്ക തൻ കടവിൽ അമൃതമുന്തിരിക്കുടിലിൽ ചഷകവുമായി മധുചഷകവുമായി ഓമ ഖയ്യാമിൻ്റെ നാട്ടിലെ നർത്തകി ഒരുങ്ങി 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 വരൂ പ്രിയ സഖി പ്രിയ സഖി. നദികളിൽ സുന്ദരി യമുന യമുന യമുന, സഖികളിൽ സുന്ദരി അനാർക്കലി അനാർക്കലി. ഒരു പാട്ടുകൂടെ എനിക്ക് ഓർമ്മ, കറക്റ്റ് അതാണോന്ന് അറിയില്ല. അസ്തമന കടലിന്നകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആര് ദൂതിനയച്ചു നിങ്ങളെ ആര് ദൂതിനയച്ചു. പാർവണചന്ദ്രിക പകലിരുന്നുറങ്ങും പഞ്ചലോഹ മേടയിലെ പാർവണചന്ദ്രിക പകലിരുന്നുറങ്ങും പഞ്ചലോഹ മേടയിലെ അനുരാഗ വിവശയമേതോ നായിക
അയച്ചതാവാമവരെ. അനുരാഗ വിവശയമേതോ നായിക അയച്ചതാവാമവരെ, അയച്ചതാവാമവരെ. അസ്തമന കടലിന്നകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആര് ദൂതിനയച്ചു നിങ്ങളെ, ആര് ദൂതിനയച്ചു. ചേഞ്ച് ഉണ്ട്. എന്നാലും മാച്ച് ചെയ്ത് പോകുന്നുണ്ടൊക്കെ. ബാബുക്ക പിന്നെ ഉമ്മ ബാബുക്കയും അപ്പയും തമ്മിലുള്ള ഒരു എങ്ങനെയാണ്? ആപ്പ 68 മുതൽ 72 വരെ പീപ്പിൾസ് KPSC ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അവിടെ സംഗീത സംവിധാനത്തിന് ബാബുക്ക് പോയായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള അപ്പം അന്ന് തബല വായിക്കാൻ അവിടെ പോയായിരുന്നു. അങ്ങനെയുള്ളൊരു പരിചയമാണ്. പിന്നെ പെട്ടി വായിക്കാനും ആ സ്റ്റൈൽ ഹിന്ദുസ്ഥാനി പഠിച്ചൊക്കെ ബാബുക്കാൻ്റെ അടുത്താണ്. ആ സംഗീത സംവിധാനത്തിൻ്റെ ഇതൊക്കെ പഠിച്ചത് ബാബുക്കാൻ്റെ അടുത്താണ്. മിക്കവാറും ചില പാട്ടുകളൊക്കെ ആപ്പാൻ്റെ പിന്നെ ബാബുക്കാൻ്റെ ശൈലിയിൽ വരും. അതാണ്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മായാത്ത മൂല്യത്തോടെ മാറുന്ന കാലത്തിനൊപ്പം 5 പതിറ്റാണ്ടിന്റെ അഭിമാനത്തോടെ ധന്യ ടെക്സ്റ്റൈൽസ്, പുത്തൻതെരു. വസ്ത്രലോകത്തിലെ ഏറ്റവും പുതിയ മോഡലുകൾ നിങ്ങൾ ആഗ്രഹിച്ച വിലയിൽ ഏറെ വിശ്വസ്തതയിൽ സ്വന്തമാക്കാം. ഓരോ നൂലിഴയും അനശ്വരതയുടെ അടയാളമാക്കുന്ന പരിപൂർണത. പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ അന്നും ഇന്നും നൂതന ഫാഷൻ വസ്ത്രങ്ങളിൽ കലർപ്പില്ലാത്ത മികവിന്റെ സാക്ഷാത്കാരം. വിവാഹങ്ങളും മറ്റാഘോഷങ്ങളും അവിസ്മരണീയമാക്കൂ. താരതമ്യങ്ങളില്ലാത്ത സെലക്ഷനും വിലക്കുറവും നിങ്ങൾ അനുഭവിച്ചറിയൂ. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി നിറപ്പകിട്ടാർന്ന വസ്ത്ര സാമ്രാജ്യം. ധന്യ ടെക്സ്റ്റൈൽസ്. ധന്യ ടെക്സ്റ്റൈൽസ്, കേപുരം, പുത്തൻതെരു. ഫോൺ 0494258246. ഇനിയും ആഘോഷിക്കൂ ജീവിതത്തിലെ പവിത്രമായ മുഹൂർത്തങ്ങൾ. പുട്ടിൻ കഥയിത്, തെല്ലും പൊളിയല്ലിത്, നാവിൽ പുത്തൻ രുചിയോറുന്നൊരു റോയൽ പുട്ടിൻ കഥയിത്. അരിച്ചെടുത്തൊരു പൊടിയാണ്, മായമതില്ല ശരിയാണ്, വറുത്തെടുത്തൊരു കിസ്സയാണ്, ഇത് റോയൽ പുട്ടിൻ പൊടിയാണ്. നനച്ചെടുത്തത് നിറച്ചെടുത്താൽ സ്വാദൂറുന്നൊരു കഥയാണ്. നാടിന്റെ രുചിയാണ് ഇത്, നാവിനും പ്രിയമാണ്, റോയൽ പുട്ടിൻ പൊടിയാണ്, സ്വാദിന്റെ ലോകം ഇവരാണ്. റോയൽ പുട്ടുപൊടി. അമ്മ എനിക്ക് പിന്നെ അപ്പോൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള വെച്ചാൽ പിന്നെ ഉപ്പയുടെ ഒരു സ്വഭാവം എന്തായിരുന്നു പറയാം സലീമിക്ക എന്ന് വെച്ചാൽ ആരെന്ത് ചോദിച്ചാലും എടുത്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഉപ്പയുടെ വർക്കുകളുടെ കാസറ്റോ മറ്റൊന്നും കയ്യിലുണ്ടായിട്ടില്ല. ഇല്ലില്ല. അപ്പം അതിൽ ഉപ്പ എപ്പോഴും പറഞ്ഞു കേട്ടിരുന്ന ഒരു കാസറ്റാണ് ആത്മാർപ്പണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായ ശൈലിയിൽ ചിട്ടപ്പെടുത്തി വളരെ അഭിമാനത്തോടുകൂടി ഉപ്പ പറഞ്ഞു കേട്ടു. പക്ഷേ ഉപ്പയുടെ മരണത്തിനും എത്രയോ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പാട്ടൊക്കെ കേൾക്കുന്നത്.
അപ്പോൾ 5-6 വർഷമായിട്ടുള്ള അത് നമുക്ക് കിട്ടിയിട്ട്. അപ്പോൾ അത് KC മൊയ്തുണ്ണി എന്ന് പറഞ്ഞിട്ട് ചാവക്കാട് ഉള്ള ഒരു അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് പിന്നെ ഇപ്പോൾ അത് റിട്രൈവ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നല്ല പാട്ടുകളുണ്ട്. അതിൽ മഹിത സിംഹാസനം എന്ന് പറഞ്ഞിട്ടൊരു ഒക്കെ ഒരു സൂഫി ലൈനിലുള്ള പാട്ടുകളാണ് അതിലൊക്കെ. ആ പാട്ടൊന്ന് പാടുമ്മ. 1983 റെക്കോർഡ് ചെയ്തത്. അത് ശരി. സ്റ്റുഡിയോയിലൊന്നല്ല, തൃശ്ശൂർ എലൈറ്റ് ഹോട്ടലിൽ ഒരു റൂമിൽ വെച്ചിട്ട് ഫുൾ ഓർക്കസ്ട്ര. അത് ശരി. എല്ലാം ഒരു റൂമിലായിരുന്നു. എല്ലാവരും പാടുന്നവരും ഇൻസ്ട്രുമെന്റ്സും പിന്നെ സാങ്കേതിക എല്ലാവരും ഒരു റൂമിലായിരുന്നു. ഇത് രാഗമാലികയാണ്. അപ്പൊ 4 പേര് പാടാ. അങ്ങനെ തുടങ്ങണം. മഹിത സിംഹാസനത്തിൻ അധിപനമല്ലാഹു, മഹിയതിൽ നിന്നും ജയിക്കുന്ന അല്ലാഹു, കുറുബെന്ന മക്കാമിൻ സൃഷ്ടാവമല്ലാഹു, അർശും കുർസിയും സൃഷ്ടിച്ച അല്ലാഹു, മഹിത സിംഹാസനത്തിൻ അധിപനമല്ലാഹു, മഹിയതിൽ നിന്നും ജയിക്കുന്ന അല്ലാഹു, കുറുബെന്ന മക്കാമിൻ സൃഷ്ടാവമല്ലാഹു, അർശും കുർസിയും സൃഷ്ടിച്ച അല്ലാഹു. बुलबुल ने गुल से, बुलबुल ने गुल से, गुल ने बहारों से कह दिए, एक चौदवी के चांद तारों से कह दिए, दुनिया किसी के प्यार में जन्नत से कम नहीं, दुनिया किसी के प्यार में जन्नत से कम नहीं, एक दिल रुबा है दिल में जो हूरों से कम नहीं, दुनिया किसी के प्यार में जन्नत से कम नहीं, एक दिल रुबा है दिल में जो हूरों से कम नहीं, दुनिया किसी के प्यार में. എത്ര നല്ല പാട്ടുകൾ അല്ലേ. ഓക്കെ. പിന്നെ ഉപ്പയുടെ ഒരു പാട്ടുകൂടെ അമ്മ. ഏതാന്ന് വെച്ചാൽ ഒരിക്കലും ഇതുപോലെ ഒരു നോമ്പ് സമയത്ത് ഒരു പത്രത്തിൽ വന്ന വരികൾ, ജനാബ് PT അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വരികൾ കവിതയായിട്ട് വന്നത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചില വരികൾ കാണുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഹാർമോണി എടുത്ത് ഇങ്ങനെ കമ്പോസ് ചെയ്യാനിരിക്കും. അപ്പോൾ മൂപ്പര വളരെ പെട്ടെന്ന് കമ്പോസ് ചെയ്ത ഒരു പാട്ടും ആ ഓർമ്മ ഉണ്ടാകാൻ തോന്നുന്നു. ഈദിനെ പറ്റിയിട്ടുള്ള പാട്ടാണ്. പ്രോഗ്രാമിനത് പാടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പാടാം. വെള്ളി കൊണ്ടൊരുക്കി വാർത്തു റാക്കണക്കൊരമ്പിളി, വെള്ളി കൊണ്ടൊരുക്കി വാർത്തു റാക്കണക്കൊരമ്പിളി, വെണ്മയിൽ റഹ്മത്തെന്നെഴുതും ആദ്യത്തെ ലിപി, വെണ്മയിൽ റഹ്മത്തെന്നെഴുതും ആദ്യത്തെ ലിപി, ഈദ് രാവിൻ ചുണ്ടിൽ പൂത്ത പാലൊലിക്കും പുഞ്ചിരി, ഈദ് രാവിൻ ചുണ്ടിൽ പൂത്ത പാലൊലിക്കും പുഞ്ചിരി, ഈ ദിനം മനുഷ്യരാശിക്കാകെയും
ത്യാഗയുള്ളിൽ മാധുരി. ഈ ദിനം മനുഷ്യരാശിക്കാകെയുള്ളിൽ മാധുരി. വെള്ളി കൊണ്ടൊരുക്കി വാർത്തു രാഗണക്കുരമ്പിളി. നോമ്പു കൂമ്പെടുത്തുമർത്തിയ മാനസപ്പൂവാടിയിൽ പൂമ്പൊടിയുമായി പെരുന്നാൾ വന്നടുത്തു മോടിയിൽ. നോമ്പു കൂമ്പെടുത്തുമർത്തിയ മാനസപ്പൂവാടിയിൽ പൂമ്പൊടിയുമായി പെരുന്നാൾ വന്നടുത്തു മോടിയിൽ. നാട്ടിനാകെ അത്തറ് പൂശാൻ ഓടിപ്പോകും തെന്നലേ. നാട്ടിനാകെ അത്തറ് പൂശാൻ ഓടിപ്പോകും തെന്നലേ. നാളെ തൊട്ടൊരാറു നോമ്പുണ്ടോർമ്മ വേണമോമലേ. നാളെ തൊട്ടൊരാറു നോമ്പുണ്ടോർമ്മ വേണമോമലേ. വെള്ളി കൊണ്ടൊരുക്കി വാർത്തു രാക്കണക്കൊരമ്പിളി. വെണ്മയിൽ റഹ്മത്തെന്നെഴുതും ആദ്യത്തെ ലിപി. ഈദ് രാവിൻ ചുണ്ടിൽ പൂത്ത പാലൊലിക്കും പുഞ്ചിരി. ഈ ദിനം മനുഷ്യരാശിക്കാകെയുള്ളിൽ മാധുരി. ഈ ദിനം മനുഷ്യരാശിക്കാകെയുള്ളിൽ മാധുരി. ഈ ദിനം മനുഷ്യരാശിക്കാകെയുള്ളിൽ മാധുരി. റമളാനിൻ്റെ വിശുദ്ധി, അതിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം, അതുപോലെ തന്നെ ഇനി വരുന്ന ഷവ്വാലിൻ്റെ പ്രതീക്ഷയും സന്തോഷവും ഒക്കെയും എല്ലാവർക്കും പടച്ചതമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്ന് ഈ ദിനത്തിൽ ഉപ്പയുടെ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് ബാബുക്കയുടെ പാട്ടുകളിലൂടെയും ഗസലിലൂടെയൊക്കെ പോകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുകയാണ്. ഉപ്പയുടെ ഒരു പാട്ടുകൂടെ നമുക്ക് ഒരുമിച്ച് പാടാം. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി മൊഴിഞ്ഞു അത് സത്യമാണെന്നറിഞ്ഞു. മുത്തുനബി മൊഴിഞ്ഞു അത് സത്യമാണെന്നറിഞ്ഞു. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബലമായി എതിർക്കാൻ ഹൃദയം മന്ത്രിച്ചു. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി മൊഴിഞ്ഞു അത് സത്യമാണെന്നറിഞ്ഞു. മുത്തുനബി മൊഴിഞ്ഞു അത് സത്യമാണെന്നറിഞ്ഞു. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ
ഇല്ലല്ലാ സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാ സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാ സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാ. ശരി, പിന്നെ മുഹമ്മദ് വെട്ടുകാടിൻ്റെ ഒരുപാട് നല്ല നല്ല വരികൾ കാപ്പ ഒരുപാട് പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷഹാദത്ത് പറഞ്ഞ കാസറ്റിൽ ഇതുപോലെ വെട്ടുകാടിൻ്റെ പിന്നെ വരികൾ കാപ്പ ഒരു ട്യൂൺ ചെയ്തിട്ടുണ്ട് ഒരു പാട്ടിന്. ആ പാട്ട് ആ കാസറ്റിൽ നീയാണ് പാടിയെന്നാണ് എൻ്റെ ഓർമ്മ. അഹമ്മദ് നൂറായ അതൊന്ന് പാടും. അക്ഷരം ആഹദത്തിൽ മിന്നി അഹമ്മദ് നൂറായ നുക്തയിൽ നിന്നും ആദമിൽ നിറുത്തി അൽഹംദുലില്ലാ അഹമ്മദ് നൂറായ നുക്തയിൽ നിന്നും ആദമിൽ നിറുത്തി അൽഹംദുലില്ലാ ബാക്കി ശിഫാഅത്തുകൾ ബദറായ ദാത്തിന്റെ ബാക്കി ശിഫാഅത്തുകൾ ബദറായ ദാത്തിന്റെ സമദാനിയത്തായി നിന്നേ അഹമ്മദ് നൂറായ നുക്തയിൽ നിന്നും ആദമിൽ നിറുത്തി അൽഹംദുലില്ലാ. ലാഹിറും ബാത്തിനും അവ്വലും ആഖിറും നിർത്തി സ്വലാത്തെന്ന സിർറിലന്നേ ലാഹിറും ബാത്തിനും അവ്വലും ആഖിറും നിർത്തി സ്വലാത്തെന്ന സിർറിലന്നേ ഹഖിൽ മലക്കൂത്തിൽ നിന്നുമുയർന്നു ഹക്കായ ദീനിന്റെ കൗല തന്നെ ഹക്കായ ദീനിന്റെ കൗല തന്നെ അഹമ്മദ് നൂറായ നുക്തയിൽ നിന്നും ആദമിൽ നിറുത്തി അൽഹംദുലില്ലാ ബാക്കി ശിഫാഅത്തുകൾ ബദറായ ദാത്തിന്റെ സമദാനിയത്തായി നിന്നേ അഹമ്മദ് നൂറായ നുക്തയിൽ നിന്നും ആദമിൽ നിറുത്തി അൽഹംദുലില്ലാ. അമ്മ ഒരു പാട്ടുകൂടെ ആപ്പെ നിങ്ങളും പാടിയതാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. വളരെ ഭംഗിയുള്ളൊരു രാഗമാണ് ബൃന്ദാവന സാരംഗ. അതിൽ എനിക്ക് തോന്നുന്നു സിത്താറൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ. വളരെ ഭംഗിയുള്ളൊരു പാട്ടാണ്. ഒരു നാളിൽ ഒരു മലക്ക് ഇബ്രാഹിം നബി വീട്ടിൽ. അത് ആരുടെയാണ്, ആരുടെ വരികളാണ്? അത് ഉമ്മർ പാലയൂരാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ സ്റ്റുഡിയോയിലൊന്നല്ലേ റെക്കോർഡിങ്, തൃശ്ശൂർ TV വെച്ചിട്ടായിരുന്നു. ആണോ? ശരി. അന്ന് സബിക്ക് ഒരു വയസ്സായിട്ടുള്ളൂ. നമുക്ക് ആ പാട്ടോടെ ഒന്ന് പാടുന്നല്ലോ. ഒരു നാളിലൊരു മലക്ക് ഇബ്രാഹിം നബി വീട്ടിൽ ഇറയോന്റെ കൽപ്പനയും കൊണ്ടുവന്നേ അവിടെ നബിയാരെ കാണാതെ കാത്തിരുന്നേ. ഒരു നാളിലൊരു മലക്ക് ഇബ്രാഹിം നബി വീട്ടിൽ ഇറയോന്റെ കൽപ്പനയും കൊണ്ടുവന്നേ അവിടെ നബിയാരെ കാണാതെ കാത്തിരുന്നേ.
നബിയപ്പോൾ എവിടെന്നോ ഉടനെത്തി മുറിക്കുള്ളിൽ കാത്തിരിക്കും ദൂതരെ കണ്ടു. നബിയപ്പോൾ എവിടെന്നോ ഉടനെത്തി മുറിക്കുള്ളിൽ കാത്തിരിക്കും ദൂതരെ കണ്ടു. ഉടനെ നബിയുള്ള മലക്കോരെ പിടിക്കാനാഞ്ഞേ. മലക്കപ്പോൾ മധുവൂറും സ്വരത്താലെ സലാം ചൊല്ലി. മലക്കപ്പോൾ മധുവൂറും സ്വരത്താലെ സലാം ചൊല്ലി. നാഥന്റെ കൽപ്പനയെ അറിയുകയായി നബിയെ. റബ്ബിന്റെ കൽപ്പനയാൽ വന്നു ഞാനേ. ഒരു നാളിലൊരു മലക്ക് ഇബ്രാഹിം നബി വീട്ടിൽ ഇറയോന്റെ കൽപ്പനയും കൊണ്ടുവന്നേ. അവിടെ നബിയാരെ കാണാതെ കാത്തിരുന്നേ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മായാത്ത മൂല്യത്തോടെ മാറുന്ന കാലത്തിനൊപ്പം 5 പതിറ്റാണ്ടിന്റെ അഭിമാനത്തോടെ ധന്യ ടെക്സ്റ്റൈൽസ്, പുത്തൻതെരു. വസ്ത്രലോകത്തിലെ ഏറ്റവും പുതിയ മോഡലുകൾ നിങ്ങൾ ആഗ്രഹിച്ച വിലയിൽ ഏറെ വിശ്വസ്തതയിൽ സ്വന്തമാക്കാം. ഓരോ നൂലിഴയും അനശ്വരതയുടെ അടയാളമാക്കുന്ന പരിപൂർണത. പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ അന്നും ഇന്നും നൂതന ഫാഷൻ വസ്ത്രങ്ങളിൽ കലർപ്പില്ലാത്ത മികവിന്റെ സാക്ഷാത്കാരം. വിവാഹങ്ങളും മറ്റാഘോഷങ്ങളും അവിസ്മരണീയമാക്കൂ. താരതമ്യങ്ങളില്ലാത്ത സെലക്ഷനും വിലക്കുറവും നിങ്ങൾ അനുഭവിച്ചറിയൂ. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി നിറപ്പകിട്ടാർന്ന വസ്ത്ര സാമ്രാജ്യം. ധന്യ ടെക്സ്റ്റൈൽസ്. ധന്യ ടെക്സ്റ്റൈൽസ്, കേപുരം, പുത്തൻതെരു. ഫോൺ 0494258246. ഇനിയും ആഘോഷിക്കൂ ജീവിതത്തിലെ പവിത്രമായ മുഹൂർത്തങ്ങൾ.